നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. സമൃദ്ധിയുടെയും സൗഹൃദത്തിൻ്റെയും സന്ദേശമോദി വീണ്ടും ഒരു ഓണക്കാലത്തെ വരവേറ്റ് വടക്കാഞ്ചേരി. നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന ഓണവർണ്ണം ആഘോഷ പരിപാടികൾക്ക് ആവേശകരമായ തുടക്കമായി. ജാതിമത ഭേദമന്യേ നാടൊന്നാകെ ഒന്നിച്ചിരുന്ന് ഓണത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണം ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. തോളൂരിൽ വീട് കുത്തിത്തുറന്ന് 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. തുണിക്കട ഉടമയായ പറപ്പൂർ സ്വദേശി ഷക്കീറിന്റെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന മകളുടെ വിവാഹ ആവശ്യങ്ങൾക്കായി വാങ്ങി സൂക്ഷിച്ചിരുന്ന 47 പവനിലധികം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. വടക്കാഞ്ചേരി എങ്കക്കാട് പോസ്റ്റ് ഓഫീസിന് സമീപം സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് സഹോദരിമാർക്ക് പരിക്കേറ്റു. ഓട്ടുപാറ കുമരനെല്ലൂർ സ്വദേശിനിയും കുണ്ടുകാട് നിർമ്മല സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അനുവേദ രാജൻ സഹോദരി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ സ്കൂളിലെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ പൂക്കൾ വാങ്ങി മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം. നാടും നഗരവും ഓണാഘോഷങ്ങളിലേക്ക് കടന്നതോടെ പൂവിപണി സജീവമായെങ്കിലും പെരുപ്പിച്ചുയരുന്ന അനധികൃത വഴിയോര കച്ചവടം കാരണം സ്ഥിരം വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിൽ. വലിയ തുകകൾ മുടക്കി പൂക്കൾ വിപണിയിലെത്തിച്ച വ്യാപാരികളാണ് വഴിയോരങ്ങളിലെയും കടകളുടെ മുൻപിലെയും കച്ചവടം കാരണം കടുത്ത ദുരിതം അനുഭവിക്കുന്നത്.